നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. ആമയിഴഞ്ചാൻ തോടിൽ ശുചീകരണ തൊഴിലാളി വീണു മരിച്ച ആ സംഭവത്തിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് തിരുവനന്തപുരത്തിന്റെ വൃത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇതാ ഹൈക്കോടതിയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് തലസ്ഥാന നഗരത്തെ ചൊല്ലി. ജസ്റ്റിസുമാരായ ബച്ചു കുര്യൻ തോമസ്, പി ഗോപിനാഥ് എന്നിവരുടെ ബെഞ്ചാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. തലസ്ഥാനമായ തിരുവനന്തപുരം മാലിന്യക്കൂനയായി മാറിയെന്ന രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. മറ്റു തലസ്ഥാന നഗരങ്ങൾ കാഴ്ചക്കാരുടെ കണ്ണിന് വിരുന്നാകുന്നു. കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ അവസ്ഥ ശോചനീയമാണ് എന്നും ഹൈക്കോടതി വിമർശിച്ചു. സർക്കാരിന്റെ മൂക്കിന് താഴെയാണ് ഇത് നടക്കുന്നതെന്നും ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ആമയിഴഞ്ചാൻ തോട് ശുചിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ കടുത്ത വിമർശനങ്ങൾ നേരത്തെയും ഉന്നയിക്കപ്പെട്ടിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പും റെയിൽവേയും ഈ ഒരു വിമർശനത്തിന് വിധേയമായിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോടും പരിസരങ്ങളും സന്ദർശിച്ച് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആമയിഴഞ്ചാൻ തോടും മറ്റ് പരിസരങ്ങളുമൊക്കെ അമിക്കസ് ക്യൂറി സംഘം സന്ദർശിച്ചിരുന്നു. അവർ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് വിശദമാക്കണമെന്ന് കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മാലിന്യം വലിച്ചെറിയുന്നതിൽ നിന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരസ്യങ്ങൾ ടെലിവിഷൻ ചാനലുകൾ വഴി നൽകിക്കൂടെ എന്നാണ് കോടതിയുടെ നിർണായകമായ ചോദ്യം. മാലിന്യം കനാലുകളിൽ എത്തുന്നതിന് റെയിൽവേയും കോടതി വിമർശിക്കുകയുണ്ടായി. കോടതി വ്യക്തമാക്കിയ ചില കാര്യങ്ങൾ കൂടി വിശദമായി നോക്കാം. ആമയിഴഞ്ചാൻ തോട് തടസ്സങ്ങളില്ലാതെ ഒഴുകണം. അതിൽ മാലിന്യങ്ങൾ ഉണ്ടാകരുത്. എന്തൊക്കെ കാര്യങ്ങൾ ഇതിനായി ചെയ്തു എന്നും വ്യക്തമാക്കണം. ഞങ്ങൾ ഓരോ കാര്യങ്ങളായി പരിശോധിക്കുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം, ഇവ കൊണ്ടുവന്ന് തള്ളുന്നത് എങ്ങനെ തടയാം എന്നീ കാര്യങ്ങളാണ് നടപടി വേണ്ടതെന്നാണ് കോടതി നിർദ്ദേശം. ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചിരുന്നുവെന്ന് കോടതിയിൽ ഹാജരായ തദ്ദേശ വകുപ്പ് സെക്രട്ടറി ശാരദാ മുരളീധരൻ കോടതിയെ അറിയിച്ചു. എല്ലാ വകുപ്പുകളുമായും ബന്ധപ്പെട്ട് ആവശ്യമായ കർമ്മ പദ്ധതി രൂപീകരിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടെന്നും തദ്ദേശ വകുപ്പ് കോടതിയിൽ മറുപടി നൽകി. തങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം കനാലുകളിൽ മാലിന്യങ്ങൾ എത്തുന്നതിന് റെയിൽവേക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന വിമർശനവും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മേയറും അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ റെയിൽവേയെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ കോടതിയും റെയിൽവേയെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, റെയിൽവേ ട്രാക്കുകളുടെ ഇരുവശങ്ങളും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. റെയിൽവേയുടെ സ്ഥലത്ത് മറ്റാർക്കും കടന്നു ചെന്ന് വൃത്തിയാക്കാൻ പറ്റില്ല. തങ്ങളുടെ സ്ഥലം വൃത്തിയാക്കിയിടേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്. റെയിൽവേയിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളുമായി താരതമ്യം ചെയ്താൽ വീടുകളിലെ മാലിന്യം 1% മാത്രമേ ഉള്ളൂ എന്ന രൂക്ഷ വിമർശനം കോടതി റെയിൽവേക്കെതിരെയും ഉന്നയിച്ചിരിക്കുകയാണ്. അതേസമയം പൊതുസ്ഥലങ്ങളിലെ മാലിന്യ പ്രശ്നത്തിൽ നേരത്തെയും രൂക്ഷ വിമർശനം ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. കനാലുകളിൽ മാലിന്യം വലിച്ചെറിയുന്നത് ചിലർക്ക് വിനോദമാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്തരക്കാരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനായിരുന്നു ഇത്തരത്തിലുള്ള വിമർശനം മുന്നോട്ട് വെച്ചത്. കൊച്ചിയിലെ വൃത്തിയാക്കിയ കനാലുകളിൽ വീണ്ടും എത്തുന്ന മാലിന്യം തടയാൻ കോർപ്പറേഷൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് കോടതി ചോദിച്ചിരുന്നു. ഭരണ സംവിധാനങ്ങളുടെ വീഴ്ച ചൂണ്ടിക്കാണിച്ചിരുന്നു. കനാലുകളിൽ മാലിന്യം തള്ളിയവർക്കെതിരെ എത്ര കേസുകൾ എടുത്തിട്ടുണ്ടെന്നും കൊച്ചി കോർപ്പറേഷനോട് കോടതി ചോദിച്ചിരുന്നു. തിരുവനന്തപുരത്തെ ജോയിയുടെ മരണം കണ്ണു തുറപ്പിക്കേണ്ടതാണ് എന്നും കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.